ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ തകർപ്പൻ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഏകദിന മത്സരത്തിൽ വിരാട് 2020 കളിക്കുന്നത് പോലെ ബാറ്റ് ചെയ്യുകയും ഒരു റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അത് ഇതുവരെ ഒരു ഇന്ത്യക്കാരനും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. 2013 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ഒരു ഏകദിന മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യക്ക് മുന്നിൽ 360 റൺസിന്റെ ഒരു കൂറ്റൻ വിജയലക്ഷ്യം വെച്ചു. മറുപടിയായി ഇന്ത്യൻ ഓപ്പണർമാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വിക്കറ്റ് നഷ്ടപ്പെടാതെ 176 റൺസ് നേടുകയും ചെയ്തു. എന്നാൽ 95 റൺസ് എടുത്ത് കളിക്കുകയായിരുന്ന ശിഖർ ധവാൻ പുറത്തായി. തുടർന്നാണ് വിരാട് കോഹ്ലി ക്രീസിലേക്ക് എത്തിയത്. തുടക്കത്തിൽ കോഹ്ലി സാവധാനമാണ് കളിച്ചത്. എന്നാൽ കളി പുരോഗമിച്ചപ്പോൾ അദ്ദേഹം അതിവേഗം റൺസ് നേടാൻ തുടങ്ങി. വെറും 52 പന്തുകളിൽ അദ്ദേഹം സെഞ്ചുറിയും തികച്ചു. ഇതിൽ 8 ഫോറുകളും 7 സിക്സറുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് രോഹിത് ശർമ്മ ആയിരുന്നെങ്കിലും കോഹ്ലി 52 പന്തിൽ നേടിയ സെഞ്ചുറി അദ്ദേഹത്തെ ഏകദിന ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ കളിക്കാരൻ ആക്കി മാറ്റി. ഈ റെക്കോർഡ് ഇതുവരെ ഒരു ഇന്ത്യൻ കളിക്കാരനും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല.